ഹലോ, ഇതെന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ വെൽക്കം ടു അലൈൻ ഒയാസിസ് എന്നാണ് എൻട്രൻസിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അലൈനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വർസാനിലാണ്. അപ്പോൾ വർസാനിൽ നിന്ന് അത്യാവശ്യം നല്ല ഒരു 2 മണിക്കൂറൊക്കെ യാത്ര ഉണ്ടായിരുന്നു അലൈനിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്. ഇത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ അലൈൻ ഒയാസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഒയാസിസ് ഫാം എന്നൊക്കെ പറയാം. പിന്നെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാം. അപ്പം ഇപ്പോൾ കുറച്ച് മുന്നേ കണ്ടത് അവിടെ നമ്മളിപ്പോൾ മജ്ലിസിൻ്റെ ഉള്ളിലാണ്. ആ എൻട്രൻസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് നടക്കുമ്പോഴത്തേനും അവിടെ ഒരു റെസ്റ്റ് ഏരിയ പോലെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം എൻ്റെ വീഡിയോ എന്നും കാണുന്നവർക്ക് മനസ്സിലാവും. കാര്യം എന്താ വെച്ചാൽ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് ചെറിയ ഷോർട്സ് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നമ്മൾ ജസ്റ്റ് ആ മജ്ലിസിൽ കയറിയിരുന്നു. കുറച്ച് നേരം മജ്ലിസിൽ കയറിയിരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒരു കാവയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നടന്ന് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് ചെല്ലാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ന് പറയുന്നത് അവർ ഫ്രീ ആയിട്ട് ഒരു ജഗ്ഗിൽ ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് അവർ ഒഴിച്ചൊഴിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഒഴിച്ച് കുടിക്കാം. അപ്പോൾ കാവ എന്ന് പറയുന്നത് നമ്മുടെ കടിഞ്ചായ ഉണ്ടല്ലോ, നമ്മുടെ ബ്ലാക്ക് ടീ സുലൈമാനി. അപ്പോൾ സുലൈമാനി തന്നെ കുറച്ചും കൂടെ കടുപ്പം കൂടുതലായിട്ട്, കുറച്ചും കൂടെ കയ്പ്പ് രസം കൂടുതലായിട്ട്, മധുരമില്ലാത്ത ഒരു ഡ്രിങ്ക്, അതാണ് കാവ എന്ന് പറയുന്നത്. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. അതെനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. എന്താണേലും നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ആ മജ്ലിസിലിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒരു കാവയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അലൈൻ ഒയാസിസിൽ, അതായത് അലൈനിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലാണ്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത കാഴ്ചകൾ കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ഫാമാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ദുബായിൽ അല്ലെങ്കിൽ UAE ക്ലൈമറ്റൊക്കെ അടിപൊളി ക്ലൈമറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുബായിലുള്ളവർ മാത്രമല്ല, UAE ഷുവറായിട്ടും അതുപോലെ തന്നെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫാമാണ് ഈ ഒരു അലൈൻ ഒയാസിസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ എൻട്രി ആണ് ഇവിടെ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ക്ലൈമറ്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത, ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി തുടങ്ങുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേനും ഭയങ്കര ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്യുമായിരുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. പിന്നെ ഫ്രഷ് എയർ, കംപ്ലീറ്റ് ട്രീസ്, പ്ലാന്റ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേനും കാണാൻ പറ്റും. കണ്ടോ, ഇതൊക്കെയെന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രീ ആണെന്ന് നോക്കി. അപ്പോൾ നമ്മൾ പോകെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ നെല്ലാണോ, അതുപോലെ തന്നെ മാവ്, അതുപോലെ തന്നെ വാഴ എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന ഒരു ഫീലാണ്. നാട്ടിൽ വന്ന ഫീലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നാട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ വളരെ വിരളമാണ്. കാരണം നാടിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത്, അപ്പം നാട്ടിൽ പോലും നാടിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഴയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ. അപ്പം വാഴ, അതുപോലെ തന്നെ നെല്ല് എല്ലാം ഉണ്ട്. നമ്മുടെ പേര, അതുപോലെ തന്നെ മാവൊക്കെ ഒരുപാടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഷുവറായിട്ടും ദുബായിലുള്ളവർ അല്ലെങ്കിൽ UAE ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഡിസംബർ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണെങ്കിലും വെക്കേഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഷുവറായിട്ടും UAE മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്.
അപ്പോൾ ഇവിടെ ദുബായിലുള്ളവർ യു എയിലുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഷുവറായിട്ടും അലൈൻ ഒയാസിസ് എന്ന് നമ്മൾ ലൊക്കേഷൻ വെച്ചാൽ മതി, നമുക്ക് ഇത് കാണാൻ പറ്റും. നോക്കി എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കിയേ. പിന്നെ വേറെ ഇവിടെ ഒരുപാട് ഡേറ്റ്സ് ഫാമുണ്ട്. അപ്പോൾ ഡേറ്റ്സിൻ്റെ ഹാർവസ്റ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫാമുകളിൽ മാത്രമേ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിൽപ്പുള്ളായിരുന്നു, അതും ഡ്രൈ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. കൂടുതൽ ഹാർവസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഡേറ്റ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ മാവൊക്കെ നിൽക്കുന്നത് കണ്ടോ, മാവ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പശുവിനൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഒരു തരം ഗ്രാസ്. അപ്പം അതൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേനും നല്ല എന്താ പറയുക, നല്ല ഹ്യൂമിഡിറ്റിയും ചൂടും ഒന്നും നമ്മൾ അറിയുന്നില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് നടക്കാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഇളയ മോളാണ് സൈറു, അവളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. പിന്നെ സ്ട്രോളർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ സ്ട്രോളറിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് ഫുഡും കഴിച്ച് സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ കസിൻസും എല്ലാവരും പറയുമായിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ, അത്രയും നാച്ചുറൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ കഴിക്കുന്നതും കുടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മുന്നത്തെ വീഡിയോയിൽ റിപ്പീറ്റഡ് ആണ്. കാരണം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഞാൻ ഇതെല്ലാം പകർത്തിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കൊങ്ങിണി എന്ന് പറയുന്ന ആ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഡേറ്റ്സ് പാമിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കിളുത്ത് നിൽക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ആ ഒരു പറമ്പുണ്ടല്ലോ, ആ പറമ്പിൽ ചുറ്റും വാട്ടർ കനാൽസ്. അപ്പം വളരെ തണുത്ത് നല്ല സൂപ്പർ വെള്ളമേ. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെല്ലാം ആ കനാലിൽ കാലിട്ടിട്ട് എൻജോയ് ചെയ്ത് കാറ്റും കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ വളരെ തണുത്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ മേലേ. ഇത് നോക്കിയേ എത്ര മനോഹരമാണെന്ന് നോക്കി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്താണ് ഓർക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു സംഭവം ഉണ്ടാവുമോ എന്ന് ഇങ്ങനെ നടന്ന് നീങ്ങിയപ്പോഴേ നമ്മുടെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലൊക്കെ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമില്ല, ആ ഒരു സൗന്ദര്യം. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആലപ്പുഴയിൽ പോകുമ്പോൾ കുമരകം അങ്ങനെയുള്ള ഏരിയാസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മളിപ്പം ഓരോ ഏരിയാസിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ് വാട്ടർ, ഫ്ലോയിങ് വാട്ടറാണ്. എന്താ വൃത്തിഹീനമായിട്ടുള്ള വെള്ളമോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല വൃത്തിയായിട്ടുള്ള ഫ്ലോയിങ് വാട്ടറാണ്. നമുക്ക് വിശ്വസിച്ച് വെള്ളത്തിൽ കളിക്കാം, അതുപോലെ തന്നെ കാലൊക്കെ ഇട്ടിരിക്കാം. അപ്പോൾ നമ്മൾ അതിൽ നടന്നപ്പോൾ കുറേ ആൾക്കാർ കുട്ടികളെയൊക്കെ വെള്ളത്തിൽ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ പിന്നെ മുന്നോട്ട് കുറച്ച് നടന്നപ്പോഴത്തേനും വേറെ കുറേ സൗന്ദര്യങ്ങൾ ഒരുപാട്, നമ്മുടെ കോളാമ്പി ചെടിയല്ലേ ഇത് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ അവിടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു. അവിടെ ടീയും സ്നാക്സും കാര്യങ്ങളും എല്ലാം വിൽക്കുന്ന ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ അലൈൻ ഒയാസിസിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കുറച്ച് ഷോർട്സ് എടുക്കുമായിരുന്നു. എൻ്റെ ഷോർട്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോർട്സ് ഞാൻ ഇവിടെ നിന്നൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ രണ്ട് സൈഡിലും ഇതാണ് കേട്ടോ, രണ്ട് സൈഡിലും ഇതാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ പറമ്പെന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ സെയിം പറമ്പ്, കാട് കയറി അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് 100% ഇതൊരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളുണ്ടായിരുന്നിട്ടും ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പം ഈ വീഡിയോയിലൊക്കെ നിങ്ങളിപ്പോൾ കണ്ടത് അവിടുത്തെ വെറും ഒരു 10-20% സൗന്ദര്യം മാത്രമാണ്. ഇത് എന്താ പറയുക, ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ ഷുവറായിട്ടും മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ ഡിസംബറിലൊക്കെ കുട്ടികളുടെ വെക്കേഷനൊക്കെ വരുമ്പോഴത്തേനും മസ്റ്റായിട്ട് ഫാമിലിയുമായിട്ട് വരിക. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അലൈൻ ഒയാസിസ് ലൊക്കേഷൻ വെച്ചാൽ മതി, അതാണ്. അപ്പം നമ്മൾ അലൈൻ ഒയാസിസിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നമുക്ക് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല, ഫീസൊക്കെ കംപ്ലീറ്റ് ഫ്രീ എൻട്രൻസ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് എനിക്ക് ഒരു അബദ്ധം പറ്റി കേട്ടോ. മുന്നേ ഞാൻ എൻ്റെ ഷോർട്സിലും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ പറഞ്ഞത് നമ്മൾ
എന്താ പറയുക, നമ്മൾ അലൈനിൽ ജബൽ അക്തർ എന്നാണ്, അല്ല കേട്ടോ, ഇത് ജബൽ ഹഫീത്താണ്. എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മൗണ്ടൻസ്, ഒരുപാട് ഹിൽസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ദുബായിലുണ്ട്. ജബൽ ജെയ്സ്, ജബൽ അക്തർ, ജബൽ ഹഫീത്ത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് പേര് പറഞ്ഞപ്പോഴത്തേനും ജബൽ അക്തർ എന്നാണ് പറഞ്ഞത്. അല്ല, നമ്മൾ അലൈനിൽ ജബൽ ഹഫീത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ പോയത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളിപ്പോൾ കുറച്ച് വണ്ടി കയറി ഏറ്റവും ടോപ്പിലെത്തി. എന്നിട്ട് നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അലൈനിലെ കംപ്ലീറ്റ് വ്യൂ ആണ്. അലൈൻ ആ ഒരു ടൗൺ, ആ ഒരു സംഭവമാണ് താഴെ കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതുപോലെ നമ്മൾ ജബൽ ജെയ്സ്, ജബൽ ഹഫീത്ത്, ജബൽ അക്തർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഷുവറായിട്ടും നമ്മൾ നൈറ്റ് വ്യൂ കാണാനാണ് വരേണ്ടത്. ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേനും അത്യാവശ്യം ഇരുട്ടിക്കോളും. അപ്പോൾ എന്താ പറയുക, ഒരു 6:30 കൂടിയൊക്കെ നമുക്ക് നൈറ്റ് വ്യൂ കിട്ടും. അപ്പോൾ അതാ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് എന്താ പറയുക, ആ ടോപ്പിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോഴത്തേനും നമുക്ക് ഫ്ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ദുബായൊക്കെ എത്താറാകുമ്പോഴത്തേനും താഴത്തെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. ആ ഒരു എയർപോർട്ടിൻ്റെ ദുബായിയുടെ ഒരു വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂ ആണ് എനിക്ക് തോന്നിയത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നൈറ്റ് വ്യൂവും കാര്യങ്ങളും ഒക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എന്താണ് അതിനുശേഷം ജബൽ ഹഫീത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജബൽ ഹഫീത്തിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കിയൊന്നുമില്ല, കാരണം അവിടുത്തെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്ന കൂട്ടത്തിൽ അതങ്ങ് വായിച്ച് നോക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ ജബൽ ഹഫീത്തിൽ നിന്നും നമ്മളിപ്പോൾ ജബൽ ഹഫീത്തിൻ്റെ ടോപ്പിലാണ്. അവിടെ നിന്ന് നമ്മളിനിയിപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് അലൈനിലെ വിശേഷങ്ങളായിരുന്നു. അലൈൻ ഒയാസിസും അതുപോലെ തന്നെ എന്താ പറയുക, ജബൽ ഹഫീത്ത് മൗണ്ടനും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വർസാനിലെത്തി ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ പ്രകൃതി സ്നേഹികൾ, നാച്ചുറൽ ലവേഴ്സൊക്കെ എന്താണേലും എന്താ പറയുക, അലൈൻ ഒയാസിസിലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു.